റിലീസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ തന്ന ഈ ആഘോഷവും ആരവവും നിങ്ങൾ തിയേറ്ററിലും തരുമോ? ഉറപ്പാണോ? നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് ഞങ്ങളെ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അറിയിക്കുമോ? കുറെ നാളായി സിനിമ എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് ഒന്നിലധികം പടങ്ങൾ ചെയ്തവരും ആദ്യത്തെ സിനിമ ചെയ്തവരും രണ്ടാമത്തെ സിനിമ ചെയ്തവരും കുറെ അധികം സിനിമ ചെയ്തവരൊക്കെ കൂടുതലായിട്ടുള്ള ഒരു വർക്കാണ് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ ഓഗസ്റ്റ് 8 തീയതി പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നിങ്ങൾ എങ്ങനെയാണോ ഈ പടത്തെ കാണുന്നത്, നിങ്ങൾ എങ്ങനെയാണോ ഈ പടത്തെ ഇഷ്ടപ്പെടുന്നത്, ഈ ഇഷ്ടപ്പെട്ട ആ പടം നിങ്ങൾ എങ്ങനെയാണോ മറ്റുള്ളവരോട് പറയുന്നത്, അതറിഞ്ഞിട്ട് വേണം ഞങ്ങൾ രക്ഷപ്പെട്ടോ ഇല്ലയോ ഒന്ന് തീരുമാനിക്കാൻ. ഓക്കെ, രക്ഷപ്പെടണമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ ഓടി നടന്ന് പ്രൊമോട്ട് ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാവരും എല്ലാ കോളേജിലും പോയി പറയുന്ന പോലെ ഇതൊരു റൊമാൻറ്റിക് എന്റർടൈൻമെന്റ് ഡ്രാമയാണ്. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് പേര് സംസാരിക്കാറുണ്ട്. അവരെല്ലാവരും പറയും. താങ്ക് യു സെന്ററീസ്, താങ്ക് യു സോ മച്ച് ഞങ്ങളെ ഇവിടെ വിളിച്ചതില്, ഞങ്ങൾക്ക് ഇത്രയും വലിയ കൈഡി തന്നതില്, ഞങ്ങൾ ഇത്രയും ആഘോഷമാക്കി. നിങ്ങൾ കുറച്ച് സമയങ്ങളിൽ ഞങ്ങൾക്ക് വേറെ ഏതോ ഒരു സോണിലാണ് നിൽക്കുന്നത്. വിമൻസ് കോളേജിന്റെ വൈബ് ഒരു വേറൊരു വൈബാണ്. അപ്പോ നിങ്ങൾ എല്ലാവരും ഓഗസ്റ്റ് 8 തീയതി ഏറ്റവും അടുത്തുള്ള തിയേറ്റേഴ്സിൽ പോയി സാഹസം കാണണം. ഏത് മൂഡ്? പിന്നെ കലാപരിപാടികൾ കാർത്തിക വകയുണ്ട്, അരീന വകയുണ്ട്, റംസാൻ വകയുണ്ട്, സതീഷ്, അങ്ങനെ അടുത്ത 20 മിനിറ്റ് ഇവിടെ സാഹസിക പ്രകടനമായിരിക്കും. അപ്പൊ താങ്ക് യു സെക്രട്ടറി, താങ്ക് യു സോ മച്ച്. അടുത്ത ആരാണ് സംസാരിക്കുന്നത്? റൊമാൻറ്റിക് എന്റർടൈൻമെന്റ് ഡ്രാമയില് റൊമാൻസ് ചെയ്ത ഒരേ ഒരു ഞങ്ങൾക്ക് വേറെ, നിങ്ങൾ എല്ലാ കോളേജിലും പോയി ഞങ്ങളോട് പറയും ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. ഈ പടത്തിൽ റൊമാൻസ് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തവൻ ആദ്യം തന്നെ പറയാം, എനിക്ക് ജീവ സംസാരിച്ച പോലെ സംസാരിക്കാൻ അറിയില്ല. ഞാൻ അടിയറവ് വെച്ചോട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഡാൻസിലൂടെ ആയിരിക്കും അല്ലേ? അപ്പോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഡാൻസിലൂടെ ഇംപ്രൂവ് ചെയ്തും പുതിയ പുതിയ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. കുറേയൊക്കെ ഓഡിയൻസിന് ഇഷ്ടമായിട്ടുണ്ട്. സോ അതിനൊരു ബ്രേക്ക് കൊടുത്തിട്ട് അടുത്തൊരു സാഹസമാണ് സിനിമയിലേക്ക് എത്തിപ്പെട്ടത്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നല്ല ടെക്നീഷ്യൻസിന്റെ കൂടെ, നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് നേടി എന്തെങ്കിലും പഠിക്കണം എന്നുള്ളത്. സോ അത് ഈ പറയുന്ന ഭീഷ്മപർവം, റൈഫിൾ ക്ലബും, ഓഫീസറും ഡ്യൂട്ടി, അതിലൂടെ കുറച്ചൊക്കെ ഞാൻ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സാഹസമാണ് ഈ സാഹസം. സോ ഇതിലൊരു ലീഡ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. സിനിമയിൽ ആകെ എനിക്കൊരു പോരായ്മ എന്ന് വെച്ചാൽ എന്റെ പേര് ജീവൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഞാൻ റൈറ്ററോട് ഡയറക്ടറോട് ചോദിച്ചു പേര് മാറ്റാൻ പറ്റില്ല, പക്ഷെ ഡയലോഗ് ജീവനിൽ എഴുതി, അതുകൊണ്ട് മാത്രം ഞാൻ സഹിച്ചു. പിന്നെ റൊമാൻസ് ചെയ്യുന്നത് ഞാൻ മാത്രമല്ല, എന്റെ പേരായിട്ട് വരുന്നത് ഗൗരിയാണ്. സോ നിങ്ങൾ പാട്ട് കണ്ട പാട്ടില്ലേ? അതിന് ഗൗരിയാണ് എന്റെ പേരായിട്ട് വരുന്നത്. പിന്നെ എന്റെ ഫ്രണ്ട്സ് ആയിട്ട് ചെയ്യുന്നതാണ് ശബരീഷും ഹരിയും. ഇവരൊക്കെ നമ്മളൊരു ക്രൂ ആയിട്ട് ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സിനിമയിൽ കാണിക്കുന്നത്. ഈ പറഞ്ഞ ജീവൻ ആദ്യം ഇവരൊക്കെ ഓപ്പോസിറ്റ് ആണ്. ഇടി കൊള്ളാനും ഇടി കൊടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായി അതിന്റെയൊക്കെ റിസൾട്ടായിട്ടാണ് ഓഗസ്റ്റ് 8 സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. സോ നിങ്ങൾ എല്ലാവരും പോയി കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണുമോ? നിങ്ങളുടെ പൈസ എന്തായാലും പോകില്ല, കാരണം ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാണുമോ? Thank you so much. Thank you. For you, Shabrish.
ഇനി കുറച്ച് നേരത്തേക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം. എപ്പോ പോകുമ്പോഴും ഞാൻ ഇവിടെ അടുത്ത് ഈ പ്രൊമോഷൻ എല്ലാ സിനിമയുടെ പ്രൊമോഷനുകളും ഏറ്റവും വൈബുള്ളത് ഞാൻ നിങ്ങൾ വെറുതെ എയർലൈനിൽ പോകണ്ട, പക്ഷെ വിമൻസ് കോളേജ് എപ്പോഴും ഗംഭീരമാണ്. ഞാൻ ഈ ബോയ്സ് ഗേൾസ് തിരിച്ച് സ്കൂളിലും കോളേജിലും പഠിപ്പിക്കുന്നതിനോട് യോജിക്കുന്ന ഒരാളല്ല പൊളിറ്റിക്കലി. പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കുറച്ചും കൂടി ആഴ്ന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഏറ്റവും ഞാൻ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്യുന്ന ഒരാളാണ്. അതായത് പള്ളിയിൽ പെരുന്നാൾ, മുൻപം തൊട്ട് അങ്ങനെ ഒരുപാട് സ്റ്റേജ് കാണുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞതിന്റെ സെൻസ് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഗേൾസ് കോളേജ് ആണെങ്കിലും കോയേഡായിട്ടുള്ള കോളേജ് ആണെങ്കിലും ഏറ്റവും വൈബ് എപ്പോഴും പെൺകുട്ടികൾ തന്നെയാണ്. സുഖമില്ലേ? അപ്പോ ഓഗസ്റ്റ് 8 എന്താണ് എന്തോ സംഭവിക്കുന്നുണ്ടല്ലോ. ഓഗസ്റ്റ് 8 അപ്പോ ഞങ്ങള് ചെറിയൊരു സിനിമയാണ്. ഞങ്ങള് ഇവിടെ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളല്ലാണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ പുതുമുഖങ്ങളുണ്ട്. ജൂനിയേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, സീനിയേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, ബാബു ആന്റണി, ബൈജു, നരേൻ തുടങ്ങിയിട്ടുള്ള ആക്ടേഴ്സ് എല്ലാവരും ഉണ്ട് സിനിമയിൽ. അപ്പോൾ നിങ്ങൾ 8-ാം തീയതി കാണുക സിനിമ. ഇല്ലെങ്കിൽ ഭയങ്കര ഉണ്ടായാലും മതി, എനിക്ക് വലിയ പ്രശ്നമൊന്നും എൻ്റെ അടുത്ത് കണ്ട് പ്രോത്സാഹിപ്പിക്കുക. നന്ദി, നമസ്കാരം. ഞാൻ വീഴില്ല, പേടിക്കണ്ട. ഇത്രയും പെൺകുട്ടികളുടെ അടുത്ത് വെച്ചിട്ട് എനിക്ക് ആ പാട്ട് പാടാൻ പറ്റില്ല. അതായത് മ്യൂസിക്കായി ബന്ധപ്പെട്ട ആൾക്കാരോട് ക്ഷമിക്കാൻ തൊണ്ട ചെറുതായിട്ട് പ്രശ്നം. പക്ഷെ എങ്കിലും ഇത്രയും പെൺകുട്ടിയുള്ള സമയത്ത് പറഞ്ഞിരിക്കുമോ? ഷോപ്പിടിക്കും ഇല്ല, കുഴപ്പമില്ല. മലരേ മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ അലിവോടെ നരകത്തിൻ നനയാതിരുന്നാൽ അഴകേകിയ കനവെല്ലാം അകലുന്ന പോലെ ഞാനെന്റെ ആത്മാവിനാഴത്തിനുള്ളിൽ അതിലോലമാരോരും അറിയാതെ സൂക്ഷിച്ച താളങ്ങൾ രാഗങ്ങൾ ഈണങ്ങളായി ഓരോരോ വർണ്ണങ്ങളായി ഇടറുന്നൊരെന്റെ ഇടനെഞ്ചിനുള്ളിൽ പ്രണയത്തിൻ മഴയായി നീ പൊഴിയും നീ നാടിൽ തളരുന്നൊരെന്റെ തകതോറും നിന്റെ അകതല്ലും പ്രണയത്താലുണരും മലരേ. നിങ്ങൾ എല്ലാവരും ഇരിക്കട്ടെ. നിങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ച് നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഞാൻ മൈക്ക് ആർക്ക് കൊടുക്കണം? ആർക്ക് കൊടുക്കണ്ടല്ലോ? കാർത്തിക്, ഷാറുഖ് ഖാൻ, കാർത്തിക്, കാർത്തിക്. അമ്മ എന്നോട് പണ്ടേ വന്ന പാട്ട് പഠിക്കാൻ പോയി. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വുമൻസ് കോളേജിനെ പറ്റി പലതും പറയാനുണ്ട്. എൻ്റെ ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ +2 വരെ ബോയ്സ് സ്കൂളിൽ പഠിച്ച ഞാനിപ്പോൾ ഇവിടെ കലർന്ന് വേണ്ടതാണ്. അത് എൻ്റെ ഭാര്യത്തിന് ഞാൻ പിടിച്ചു. അപ്പോൾ ഇതേപോലെ അങ്ങനെ വേറെ എക്സ്ട്രാ സ്കില്ലൊന്നും ഇല്ല. ഈ പഠിക്കാൻ ഇല്ല, പിക്കപ്പിലെ ഞാൻ നോക്കി. ഫ്യൂച്ചർ ഗേൾഫ്രണ്ടിനോട് ലോയലായിട്ടിരിക്കാൻ അതുകൊണ്ട് ഇനി
സിനിമയിലൂടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ളൊരു പരാക്രമത്തിലാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ കയറി വരണം, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. ഞാനിനി എന്തോ പറയാം, എല്ലാവരും പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ. എനിക്ക് നിങ്ങളൊക്കെ നമുക്ക് സങ്കടം വരുന്നുണ്ട്. ഞാനും ESPC ഒക്കെ പോയി ഇങ്ങനെ നിന്നിട്ടുണ്ട് ഗ്രേസ് മാർക്കിന് വേണ്ടി മാത്രം. നിങ്ങളൊന്ന് റിലാക്സ് ആയിരുന്നില്ലേ, നിങ്ങളെ പേടിയായിരുന്നു. ഗ്രേസ് മാർക്ക് കൊടുക്കില്ല റിലാക്സ് ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ വന്നത് സാഹസം എന്ന പടത്തിൻ്റെ പ്രൊമോഷനാണ്. ഓഗസ്റ്റ് 8 ഞങ്ങളുടെ പടം ഇറങ്ങുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഞാൻ നേരത്തെ കോളേജിൽ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും സ്നേഹമുള്ള ഫ്രണ്ട്സ് തൃശ്ശൂരാണുള്ളത്. കുറേ ഫ്രണ്ട്സിൻ്റെ ഗേൾ ഫ്രണ്ട്സിലൂടെയൊക്കെ പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പടം തിയേറ്ററിൽ പോയി കാണണം. ഞാനിതിൽ പപ്പന എന്ന ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. റോസാൻ്റെയും ചന്ദ്രശേഖരൻ്റെയും റൂംമേറ്റാണ്. ഇവരുണ്ടാക്കുന്ന വഴിയൊക്കെ എനിക്ക് കിട്ടും. ഇവര് ഇത്രയും പറഞ്ഞ ആ ഒരു ഫ്ലോയിൽ സംസാരിക്കാൻ എനിക്കും അറിയില്ല. ഞാൻ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ സാഹസം എന്ന സിനിമ ഇതിലൊരു പ്രിയാണോ എന്ന ക്യാരക്ടറാണ്. റംസാനും ഷബീഷനും ഞങ്ങളൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ഗ്യാങ്ങാണ്. പല പല സെഗ്മെന്റ്സ് ഉണ്ട് സിനിമയിൽ. കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരുടെയും പല രീതിയിലുള്ള പെർഫോമൻസ് നിങ്ങൾ എന്റർടൈൻമെന്റ് ശരിക്കും നിറഞ്ഞു നിൽക്കുന്ന സിനിമയിൽ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. ഈ പറഞ്ഞ ലിസ്റ്റുകൾ കണ്ടു ടീച്ചർ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ അവരെല്ലാവരും നിങ്ങൾ എന്റർടൈൻ ചെയ്യിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. അതിൽ ഞാനും എന്റെ ക്യാരക്ടറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നത്. ഒരു പറഞ്ഞ പോലെ തന്നെ വൻ എനർജി ആയിരുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇങ്ങനെ എനിക്ക് എന്റെ കോളേജും കാര്യങ്ങളും, ഞാൻ കോളേജിലല്ല, ഞാൻ ക്രൈസ്റ്റിൽ പഠിച്ചത്. പക്ഷെ എനിക്ക് ഈ വൈബ് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ഒരാളായിട്ട് കോളേജിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ആ ഒരു ഓർമ്മ വരും. ഇങ്ങനെ ഓടിയിട്ടതും ബഹളം വെച്ചതും ഇപ്പോഴും ഒരു കുറവുമില്ല. ആ വൈബ് എന്നും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾ ആഘോഷിക്കാൻ പറ്റട്ടെ ലൈഫ്. അപ്പോൾ അതോടൊപ്പം സാഹസവും നിങ്ങളുടെ ആഘോഷത്തിന്റെ ഭാഗമാക്കുക. ഓഗസ്റ്റ് 8 തിയേറ്ററിൽ എല്ലാവരും ഇതേ എനർജിയോടുകൂടി ഞങ്ങൾക്ക് ഒരു സ്വീകാര്യത തരിക എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.